ഗുരുവിനെ ആദരിക്കാത്തവർക്ക് 3 വിപത്തുകൾ വന്നു ചേരുമെന്നാണ്. ഗുരുവിനെ അനാദരിച്ചാൽ 3 വിപത്തുണ്ടാകും. ഒന്ന്, അവനിൽ നിന്ന് പഠിച്ചതിൻ്റെ ഉപകാരം നഷ്ടപ്പെടും. 2, ഫൗത്തുർ റിസ്ഖ്, ഭക്ഷണം തടയപ്പെടും. 3, സൂഉൽ ഖാത്തിമ, അന്ത്യം ചീത്തയായി മരിക്കും. ഈ 3 കാര്യം ഗുരുനാഥന്മാരെ അനാദരിക്കുന്നവർക്കുണ്ടാകുമെന്നാണ്. സാന്ദർഭികമായിട്ട് വന്നതാണ്. മുഅല്ലിൻ്റെയാണ് 7-ാം തീയതി, അതുകൊണ്ട് അതും കൂടി കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ദുആക്ക് ഇജാബത്തുള്ള 1-ാമത്തെ മനുഷ്യൻ ആലിമാണ്. 2-ാമത്തേത് മുതഅല്ലിമാകുന്നു. 3-ാമത്തേത് യാത്രക്കാരനാകുന്നു. 4-ാമത്തേത് നോമ്പുകാരനാകുന്നു. 5-ാമത്തേത് ഹജ്ജ് ചെയ്യുന്നവനാകുന്നു. 6-ാമത്തേത് ഉമ്മയെ പ്രത്യേകമായി നോക്കിയവനാകുന്നു. മന നോക്കുന്ന ആൾക്ക് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. ഇങ്ങനെ 10 പേർക്ക് പ്രത്യേകമായി ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ഹദീസുകളിലായി ഓരോരുത്തരായി എണ്ണി പറയുകയും ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽപ്പെട്ടതാണ് ദുആന്റെ മര്യാദകൾ എന്ന് പറയുന്നത്. അതിൽ 1-ാമത്തെ മര്യാദ സന്ദർഭം നോക്കണം എന്നതാണ്. 1-ാമത്തെ മര്യാദ ദുആന്റെ സന്ദർഭങ്ങൾ നോക്കണം. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്.